ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് പോളിടെക്നിക് അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പുതിയ കോഴ്സുകൾ പോളിടെക്നിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോളിടെക്നിക് പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. എപ്പോഴും പലരും പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ എടുത്തുള്ള കോഴ്സുകളല്ലാണ്ട് നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിന് പോകാനോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു IT കമ്പനിയിലൊക്കെ കയറാൻ പറ്റുന്ന കോഴ്സുകൾ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ച് കറക്റ്റായിട്ട് നോക്കുക. ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോളിടെക്നിക്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോഴ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. ഇനി നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കോളേജുകളും കോഴ്സുകളും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് അടുത്തെങ്ങും വരും. അപ്പോൾ ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സുകളും കോളേജുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാണ്ട് പോയി നിങ്ങളൊരു കോഴ്സിനെ കുറിച്ച് ഈ കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് പിന്നീട് വരരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കറക്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കോഴ്സുകൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഏതൊക്കെ കോളേജുകളിലാണുള്ളത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏത് കോളേജിലാണുള്ളത് ആ കോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് 30ഓളം കോഴ്സുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ 42 കോഴ്സാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്, ആർക്കിടെക്ചർ വരുന്നുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി വരുന്നുണ്ട്. ചില കോഴ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സിൽ പെട്ടാണ് ഈ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒക്കെ. ഏത് കോളേജിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് വരുന്നുണ്ട്, സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ബിടെക്കിന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ IT കമ്പനീസിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ IT ഫീൽഡ് താല്പര്യമുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്കുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സൈഡ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരൊക്കെ ആവാനുള്ള ആ ഒരു മൈൻഡൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു കോഡിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ എടുക്കാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകൾ നിങ്ങൾ നോക്കുക. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ടെക്നോളജിയെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജി കാര്യങ്ങളോട് പഠിക്കാൻ ഒന്നുകൂടെ നന്നായിരിക്കും. ആ ഒരു ഫീൽഡ് താല്പര്യമുള്ളവർക്ക് എടുക്കാം. പിന്നെ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി വരുന്നുണ്ട്. നമ്മൾ മറ്റേ നെബോഷയൊക്കെ എഴുതാൻ ട്രൈ ചെയ്യുന്ന ആളുകൾ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് പോയിട്ട് നെബോഷ സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നന്നായിരിക്കും. അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി വരുന്നുണ്ട്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ഫാബ്രിക്കേഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി IT. ഈ ബിടെക്കിന് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ പുറത്തുള്ള കോളേജുകൾ, കേരളത്തിന് പുറത്തുള്ള കോളേജുകളും കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതായത് ബിടെക് കോളേജുകളിലൊക്കെ വരുന്ന ഒരുപാട് കോഴ്സുകളുടെ ഡിപ്ലോമ വേർഷൻ, നമ്മുടെ ഈ പറയുന്ന 3 വർഷത്തെ ഡിപ്ലോമ വേർഷൻ ഒരുപാട് ഇപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ പഠിച്ച് നിങ്ങൾക്ക് ലെറ്റ് എഴുതി കയറാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിരിക്കും. ബേസ് പക്കയായിട്ട് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മീൻസ് ബിടെക്കിന് കിട്ടിയില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പഠിച്ച് 3 വർഷം ഇത് പഠിച്ച് പിന്നെ 3 വർഷം നിങ്ങൾക്ക് ബിടെക്ക് കൂടെ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ലാറ്ററൽ 2 വർഷം പഠിച്ച് പിന്നെ 3 വർഷം ബിടെക്കിന് പോകുക, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. മെക്കട്രോണിക്സ് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ എപ്പോഴുള്ളതാണ് എല്ലാ കോളേജുകളും ഉണ്ടായിരിക്കും. റോയൽ മെക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് ടെക്നോളജി വരുന്നുണ്ട്, പോളിമർ ടെക്നോളജി വരുന്നുണ്ട്, പ്രിൻറ്റിംഗ് ടെക്നോളജി വരുന്നുണ്ട്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് വരുന്നുണ്ട്. ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു റിലേറ്റഡ് ഫീൽഡൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഗുണകരമായിരിക്കും. റിന്യൂവബിൾ എനർജി വരുന്നുണ്ട്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ വരുന്നുണ്ട്, ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ടെക്സ്റ്റൈൽ ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഏതൊക്കെ കോളേജുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ അവസാനത്തെ ഒരു കോഴ്സ് കൂടെ വരാനുള്ള ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ
വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ പല വിധത്തിലുള്ള പോളിടെക്നിക് കോളേജുകൾ പല ജില്ലകളിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ കോഴ്സുകളായിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് ഏതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ മുന്നോട്ട് വന്ന് നന്നായിരിക്കും, ബിടെക്കിന് പോകുമ്പോൾ ഞാനിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീൻസ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് റിലേറ്റഡ് ഫീൽഡ് കാര്യങ്ങളിലേക്കൊക്കെ മാത്രം പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരിമിതമായിരുന്നു കോഴ്സുകളുടെ എണ്ണം പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ പരിമിതമല്ല, നമുക്ക് ഒരുപാട് കോഴ്സുകൾ എടുക്കാൻ പറ്റും. താല്പര്യമുള്ള കോഴ്സുകൾ തന്നെ എടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്